ഈ വീഡിയോ കണ്ട നിങ്ങൾക്കൊരു മാസം 10,000 രൂപയെങ്കിലും സേവ് ചെയ്യാം. അതല്ലെങ്കിൽ ഒരു വർഷത്തിൽ 1,20,000 രൂപ സേവ് ചെയ്യാം. എങ്ങനെയല്ലേ? നിങ്ങളൊരു ബിസിനസ്സുകാരനാണോ അല്ലെങ്കിൽ ബിസിനസ്സുകാരിയാണോ? നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോ കാണണം. വൺസ് അഗൈൻ വെൽക്കം ടു മൈ വീഡിയോ ബ്ലോഗ് അജയ് ടെക് ടിപ്സ്. ഞാൻ അജയ്, നിങ്ങളേവർക്കും സുപരിചിതൻ. അപ്പോൾ ഞാനിന്ന് വന്നത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ടാണ്. ഈ വീഡിയോ കണ്ടാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് സേവ് ചെയ്യുക. അപ്പോൾ അതെന്താണ് പറഞ്ഞതിന് മുമ്പ് ഇങ്ങനത്തെ ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായി കാണണമെങ്കിൽ പിന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം പേർക്ക് ഷെയർ ചെയ്യുക, നിങ്ങളുടെ ബിസിനസ് ചെയ്യുന്ന സുഹൃത്തുക്കൾക്ക് ചെയ്യാം. അപ്പോൾ അതെന്തായാലും നേരെ വീഡിയോയിലോട്ട് പോവാം. അതായത് നമുക്കറിയാം, ഇന്നൊരു ബിസിനസ്സുകാരന് പരസ്യം ചെയ്യാതെ ബിസിനസ് ചെയ്യാൻ പറ്റില്ല. എന്താണ് പരസ്യം ചെയ്യാണ്ട്? അതായത് അഡ്വർടൈസ്മെൻറ്റ്. നമുക്കറിയാം, ടി വി അതേപോലെ ന്യൂസ് പേപ്പറിലൊക്കെ നമുക്ക് പരസ്യം ചെയ്യാം. പക്ഷേ ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ആൾക്കാരെ ഫോക്കസ് ചെയ്തിട്ട് ചെയ്യുന്നത് ഫേസ്ബുക്കിലാണ്. അപ്പോൾ ഫേസ്ബുക്കിൽ എങ്ങനെ ഒരു അഡ്വർടൈസ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക? വെറും അഡ്വർടൈസ്മെൻറ്റ് ചെയ്തിട്ട് കാര്യമില്ല, ആൾക്കാരെ കണ്ടിട്ട് കാര്യമില്ല. അപ്പോൾ എങ്ങനെ ലീഡ്സ് ജനറേറ്റ് ചെയ്യുക? അതായത് ഫേസ്ബുക്കിൽ നിന്ന് നമ്മൾ കൊടുക്കുന്ന പരസ്യം കണ്ടിട്ട് ആ കസ്റ്റമർക്ക് എങ്ങനെ ഒരു ഫോം ഫില്ല് ചെയ്തിട്ട് നമ്മൾക്ക് തരാം, നമ്മളത് നോക്കി അവരെ ടെലികോളറെ വെച്ചിട്ട് വിളിക്കുക. അതായത് ലീഡ് ജനറേഷൻ. അപ്പോൾ ഈ ലീഡ് ജനറേഷൻ പക്കയായിട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അധികം പേര് ഏജൻസീസിനെയാണ് ഏൽപ്പിക്കുക. അവരെ ഒരു മാസത്തെ ചാർജാണ് 10,000 രൂപ പ്ലസ് ഫേസ്ബുക്കിൽ നിന്ന് വരുന്ന ആ എമൗണ്ടും നമ്മൾ കൊടുക്കണം. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതും തമ്മിലിട്ടത് നിങ്ങൾക്ക് ഒരു വർഷം 1,20,000 രൂപ ലാഭിക്കാം. ഇത് കണ്ട് ഏജൻസീസ് ഈ വീഡിയോയ്ക്ക് പൊങ്കാലിടരുത് കേട്ടോ. അപ്പോൾ എങ്ങനെ കറക്റ്റായിട്ട് മൈന്യൂട്ടായിട്ട് നിങ്ങൾക്ക് ലീഡ്സ് ജനറേറ്റ് ചെയ്ത് B2B ആയാലും B2C ആയാലും, B2B എന്ന് പറഞ്ഞാൽ ബിസിനസ് ടു ബിസിനസ് ആയാലും ബിസിനസ് ടു കസ്റ്റമർ ആയാലും, കസ്റ്റമറെ ഡാറ്റ അല്ലെങ്കിൽ വേറെ ബിസിനസ് നിങ്ങൾക്ക് ആരായിട്ടാണോ അസോസിയേറ്റ് ചെയ്യേണ്ടത് അവരെ ഡാറ്റ നിങ്ങൾക്ക് എങ്ങനെ കിട്ടണം, അതിന് ഈ വീഡിയോ കാണാൻ 1 രൂപ ചിലവില്ലാതെ നിങ്ങൾക്ക് ഫേസ്ബുക്കിന് കൊടുക്കുന്ന പൈസ മാത്രം കൊടുത്താൽ മതി. വേറെ 1 രൂപ ചിലവില്ലാണ്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇവിടെ ലീഡ് ജനറേറ്റ് ചെയ്യുക. അതിന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വീഡിയോ പിന്നാലെ വരുന്നുണ്ട്. അപ്പം ട്യൂട്ടോറിയൽ വീഡിയോ കാണാൻ മറക്കണ്ട. അപ്പോൾ നേരെ ട്യൂട്ടോറിയൽ വീഡിയോയിലേക്ക് പോകല്ലേ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ പേജിലേക്ക് വരാം. ഫേസ്ബുക്ക് പേജ് ആയിരിക്കണം. ആ ഫേസ്ബുക്ക് പേജ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യേണ്ടത് അറിയില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാം. അപ്പോൾ നമ്മുടെ പേജിൽ വന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ഏത് പോസ്റ്റാണ് ബൂസ്റ്റ് ചെയ്യേണ്ടത്. ഇപ്പം ഞാനിപ്പോൾ തൽക്കാലം എൻ്റെ വീഡിയോ ആഡ് ചെയ്യുന്ന രീതിയിലാണ്, അഡ്വർടൈസ്മെന്റ് ചെയ്യുന്ന രീതിയിലാണ് കാണിക്കുന്നത്. ശരിക്കും ഇതിന് നമുക്കൊരു ആഡാണ് വേണ്ടത് ശരിക്കും. അതായത് ഇത്ര റീച്ച് കിട്ടണമെന്ന്. പക്ഷെ നമുക്കിപ്പോൾ ഇവിടെ ലീഡ് ജനറേറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ ഒരു വീഡിയോ ആഡ് ആണെങ്കിലോ അതല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പോസ്റ്റർ ആണെങ്കിലോ അതിൽ നിന്ന് നമുക്ക് ലീഡ്സ്, കസ്റ്റമർ ഡാറ്റാബേസ് നമുക്ക് കൊണ്ടുവരാനാണ് ഇവിടെ നോക്കുന്നത്. അതിപ്പോൾ B2B ആണെങ്കിലും B2C ആണെങ്കിലും, ദാറ്റ് ഈസ് ബിസിനസ് ടു ബിസിനസ് ആണെങ്കിലും ബിസിനസ് ടു കസ്റ്റമർ ആണെങ്കിലും ഈ പ്രൊസീജിയർ ഇവിടെ സെയിം ആണ്. ഇവിടെ നമ്മൾ ബൂസ്റ്റ് പോസ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇങ്ങനൊരു വിൻഡോ ആണ് വരിക. ഇവിടെ ഗോൾ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് പ്രധാനപ്പെട്ടതാണ്. ഇത് ഓട്ടോമാറ്റിക് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവര് ചാർജ് ചെയ്യാൻ നമ്മുടെ വീഡിയോ എത്ര റീച്ച് കിട്ടി, എത്ര ആൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പൈസ പോകും. നമുക്കത് വേണ്ട. നമുക്ക് അവര് ക്ലിക്ക് ചെയ്ത് ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം നമുക്ക് എന്ത് മതി, പൈസ കൊടുത്താൽ മതി. ആ രീതിയിൽ എങ്ങനെ സെറ്റ് ചെയ്യും? അതായത് ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കോസ്റ്റ് ഓപ്റ്റിമൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ഏജൻസിക്കും മാസം 10,000-ഓളം രൂപ കൊടുക്കാണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ചേഞ്ച് എന്ന് കൊടുത്തിട്ട് ഇവിടെ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, ഗ്രോ കസ്റ്റമർ ബേസ് ആണ് വേണ്ടത്. ഈ കസ്റ്റമർ ബേസ് കിട്ടണമെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുക, ഇവിടെ ക്ലിക്ക് ചെയ്യുക. ട്രാഫിക് വേണ്ട, എൻഗേജ്മെന്റ് വേണ്ട, സെയിൽസ് വേണ്ട, ഗെറ്റ് മോർ കോൾസ് വേണ്ട, എൻഗേജ്മെന്റ് വേണ്ട. അപ്പൊ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഗ്രോ കസ്റ്റമർ ബേസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ സേവ് എന്ന് കൊടുക്കുക. സേവ് എന്ന് കൊടുത്തതിന് ശേഷം ഇവിടെ ഈ ഓപ്ഷന്റെ നമുക്ക് അഡ്വാൻറ്റേജ് ആൻഡ് ക്രിയേറ്റീവ് ക്ലിക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. അതാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, കൂടുതലായിട്ട് പൈസ പോവും. ഓക്കെ, ഇവിടെ ക്രിയേറ്റ് ന്യൂ ഫോം. ഞാൻ ഓൾറെഡി ഒരു ഫോം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് പകരം നമ്മൾ പുതിയൊരു ഫോം ക്രിയേറ്റ് ചെയ്യുക. ഇത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു ഫോം ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ വേണം,
അപ്പൊ ഏത് ഡേറ്റിലാണ് ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ പറയാം, നമ്മൾ ഈ ഒരു ആഡ് റൺ ചെയ്യേണ്ടത് 5 ദിവസത്തേക്ക് റൺ ചെയ്താൽ മതി. അതാണ് അതിന്റെ കറക്റ്റ് ഇത്. കാരണം ആദ്യത്തെ ഒരു ദിവസത്തേക്കൊന്നും കൊടുത്താൽ ഒരിക്കലും ലീഡ് കിട്ടും. ആദ്യം ഈ ആഡ് ഒന്ന് സെറ്റായ ആൾക്കാരിലേക്ക് എത്തണമെങ്കിൽ 1-2 ദിവസം പിടിക്കും. പിന്നെ 3-4 ദിവസം കഴിഞ്ഞാൽ പിന്നെ ഈ ആഡ് ആൾക്കാർക്ക് കണ്ട് മടുക്കും. ചിലപ്പോൾ വന്നവർക്ക് വരാതിരിക്കാം, അല്ലെങ്കിൽ പിന്നെ പുതിയ ആഡ് നമ്മളെപ്പോഴും അപ് ടു ഡേറ്റ് ആയിരിക്കണം. അപ്പൊ എന്ത് ചെയ്യുക, പുതിയ പുതിയ പോസ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിന് നിങ്ങൾ ക്യാൻവ ഒക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതാണ്. അതിനെ പറ്റിയൊരു വീഡിയോ വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, എങ്ങനെ നല്ലൊരു പോസ്റ്റർ ഉണ്ടാക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ട്യൂട്ടോറിയൽ വീഡിയോ ആണെങ്കിൽ പറയാം. ഇതിന്റെ താഴെ ഒരു കമന്റ് ഇട്ട് കഴിഞ്ഞാൽ മതി, ഞാനത് ചെയ്യണതാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഫുൾ നെയിം വേണം, ഫോൺ നമ്പർ വേണം, ഇമെയിൽ അഡ്രസ് വേണം, അവരുടെ അഡ്രസ് വേണം. ഡേറ്റ് ഓഫ് ബർത്ത് ആവശ്യമുണ്ടോ? നിങ്ങളൊരു ബിസിനസ് ചെയ്യാൻ വെച്ചാൽ ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത് ആവശ്യമില്ല. പക്ഷെ ചില കേസിൽ ആവശ്യമുണ്ടോ? ഇപ്പൊ ഒരു ബിടെക് സ്റ്റുഡൻസിനെ മാത്രം ഫോക്കസ് ചെയ്യാന്ന് വെച്ചാൽ അവരെ ഡേറ്റ് ഓഫ് ബർത്ത് നമുക്ക് ചോദിക്കാം, അതിന് തെറ്റില്ല. പക്ഷെ നമുക്ക് ഇവിടെ ആവശ്യമില്ല, അപ്പൊ നമ്മളത് ടിക്ക് ചെയ്യില്ല. ജെൻഡറിന്റെ ആവശ്യമില്ല. ഇപ്പൊ ബോത്ത് ഇപ്പൊ എന്താണ്, നമുക്ക് എന്താ ജെൻഡർ ഈക്വാലിറ്റി ഇല്ല, അതുകൊണ്ട് അവിടെ മെയിൽ വേണോ ഫീമെയിൽ വേണോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് ചോദിക്കേണ്ട ആവശ്യമില്ല. ജോബ് ടൈറ്റിൽ കൊടുക്കുക. പിന്നെന്താണ്, ഇപ്പൊ ഈ ഡേറ്റ് ഓഫ് ബർത്ത് ഇതൊക്കെ നമ്മളൊരു കല്യാണ ബ്യൂറോ ഒക്കെ ചെയ്യുമ്പോൾ അവർക്ക് ലീഡ് ഫോം ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ ഡേറ്റ് ഓഫ് ബർത്തും ജെൻഡറും വേണ്ടി വരും. ജോബ് ടൈറ്റിൽ വേണം. നമ്മൾ ബിസിനസ് ആണ് ചെയ്യുന്നത്, അപ്പൊ നമുക്ക് കസ്റ്റമർ ഡാറ്റാബേസ് ആണ് കിട്ടേണ്ടത്. അപ്പൊ അവരെ ജോലി കാര്യങ്ങൾ നോക്കണം. പിന്നെ കമ്പനി നെയിം വേണം അല്ലേ. ഇത്രയും കൊടുത്തതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കണമെങ്കിൽ നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അവിടെ ഈ ക്വസ്റ്റ്യൻസ് പറയാൻ ചിലപ്പോൾ അവരെ ബിസിനസ്സിന് നിങ്ങൾക്ക് വേണ്ട, അവരിൽ നിന്ന് അറിയേണ്ട, അവർ മാത്രം ക്ലിക്ക് ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ ചെയ്യാം. ഇതൊന്നും കൊടുക്കണ്ട, നെക്സ്റ്റ് കൊടുക്കുക. അപ്പൊ നിങ്ങളെ ഇന്ന് ക്രിയേറ്റ് ചെയ്ത ഫോം ഇവിടെ പ്രിവ്യൂ ചെയ്യും. ഇത് നോക്കാം, എന്തെങ്കിലും ആഡോ പിന്നെ എഡീഷനോ അതേപോലെ എന്തെങ്കിലും ഒഴിവാക്കാനോ പറ്റില്ല. നമ്മളിത് വൺസ് നമ്മൾ ഈ ആഡ് റൺ ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ ആഡ് സ്റ്റോപ്പ് ആയി പോകും. ഓക്കെ, ആഡ് സ്റ്റോപ്പ് ചെയ്യാൻ പിന്നെ നിർത്തില്ല. അപ്പൊ അതുകൊണ്ട് തെറ്റിക്കരുത്. ലീഡ് ഫോം കറക്റ്റ് ആയിരിക്കണം. ഇപ്പം ഫുൾ നെയിം, ഇമെയിൽ, ഫോൺ നമ്പർ, സ്ട്രീറ്റ് അഡ്രസ്, ജോബ് ടൈറ്റിൽ, കമ്പനി നെയിം, സേവ് കൊടുക്കും. ഇവിടെ നമുക്ക് ഈ ഫോമിന്റെ ഒരു പ്രിവ്യൂ കാണാൻ പറ്റും. ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവാം. ഓക്കെ, സേവ് ഒന്ന് കൊടുക്കാം. എന്റെ പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഇങ്ങനത്തെ നല്ല നല്ല ടിപ്സ് ഇതിലും വരും. ഇനി നമ്മൾ വേണ്ടത് ഇവിടെയുള്ള ഈ ബട്ടൺ ലേൺ മോർ അല്ലല്ലോ വേണ്ടത്, നമുക്ക് സൈനപ്പ് അല്ലേ ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, അവിടെ സൈനപ്പ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഏത് കാറ്റഗറി, സ്പെഷ്യൽ കാറ്റഗറി നമുക്ക് കൊടുക്കണ്ട. ഇവിടെ നമുക്ക് ശ്രദ്ധിക്കണം എന്ത് ബിസിനസ് ആണ്, എന്ത് ആൾക്കാരെയാണ് ടാർഗറ്റ് ചെയ്യേണ്ടത്. അപ്പം ചെറിയ സ്റ്റുഡൻസിനൊക്കെ ആണെങ്കിൽ നമുക്ക് 16 ഒക്കെ കൊടുക്കാം. നമുക്ക് ഇവിടെ നമുക്ക് വേണ്ടത് 18 to 65 ആവശ്യമില്ല. ഒരു ബിസിനസ്സുകാരാണ്, അവരെയാണ് ടാർഗറ്റ് ചെയ്യണമെങ്കിൽ എന്ത് 24 to 63 കൊടുത്താൽ മതി. ഇത് കാര്യമാണ്. പിന്നെ ഇവിടെ മെൻ വേണോ വിമൺ വേണോ എന്നുള്ള കാര്യങ്ങളും നിങ്ങൾ തീരുമാനിക്കും. ഇപ്പൊ മോസ്റ്റ് ഓഫ് ബിസിനസ് ദേ ആർ കോമൺ. പക്ഷെ ഒരു ബ്യൂട്ടി പാർലറിനെ നമുക്ക് ഫോക്കസ് ചെയ്ത് ഒരു പ്രൊഡക്റ്റ് ആണ് അല്ലെങ്കിൽ ഒരു കോഴ്സ് ആണ് വെച്ചാൽ നമുക്ക് വിമൺ മാത്രം കൊടുത്താൽ മതി അല്ലേ. ഇപ്പൊ ഫെയർ ആൻഡ് ലവ്ലി അങ്ങനത്തെ ഉള്ള ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ആണ് നിങ്ങൾ ചെയ്യണമെങ്കിൽ വിമൺ മാത്രം കൊടുത്താൽ മതി. ഇപ്പൊ ആണുങ്ങളും ഫെയർ ആൻഡ് ലവ്ലി തേക്കും കേട്ടോ, അത് പോട്ടെ, ജസ്റ്റ് എ ജോക്ക്. സോ നമുക്ക് അത് അവിടെ ചെയ്യാം. പിന്നെ ലൊക്കേഷൻ ഭയങ്കര ഇതാണ്. ഇപ്പൊ നിങ്ങൾക്ക് എവിടെയാണോ ആഡ് റൺ ചെയ്യേണ്ടത്, അപ്പൊ നിങ്ങളുടെ ജില്ലയിലാണോ, പിന്നെ കുറച്ച് സ്ഥലങ്ങളായിട്ട് കൊടുക്കുക, അങ്ങനെയും കൊടുക്കുക നമുക്ക്. പക്ഷെ അതില് ആകുമ്പോൾ നമുക്ക് ലീഡ് കൂടുതലായിട്ട് വരില്ല. പിന്നെയുള്ള ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ കൂടുതൽ റവന്യൂ അവിടെ ചെലവും. അപ്പൊ നിങ്ങൾക്ക് വേഗമായിട്ട് കേരളത്തിൽ മൊത്തം വെച്ചാൽ കേരള മാത്രം കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഏരിയ ഫോക്കസ് ചെയ്യണമെങ്കിൽ ഇപ്പൊ ഞാൻ ഒരു ഫോർ എക്സാമ്പിൾ കാണിക്കാം, ഇന്ത്യ മാറ്റിയിട്ട് ഇപ്പൊ ആദ്യം കോഴിക്കോട് വേണം. കോഴിക്കോട്, നമ്മുടെ നാട് കോഴിക്കോടായതുകൊണ്ട് കോഴിക്കോട് കൊടുക്കുന്നു. അപ്പൊ കോഴിക്കോട് കൊടുക്കുന്നു. അതിന് എത്ര റേഡിയസിൽ വേണം, കോഴിക്കോടിന് പുറമേക്ക് എത്ര റേഡിയസ് പോകണം. ഇപ്പൊ മലപ്പുറം വേണ്ട, അല്ലെങ്കിൽ മലപ്പുറം കൂടെ വേണമെങ്കിൽ നമുക്കത് റേഡിയസ് കൂട്ടാം. അല്ലെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാം, മലപ്പുറം കൂടെ കൊടുക്കാം. മലപ്പുറം കൊടുത്തു. അപ്പൊ ഇങ്ങനെ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, ഏതൊക്കെ ഏരിയ ആണ്. ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ പറയാം. ഇപ്പൊ നിങ്ങൾ കോഴിക്കോട് റഹ്മത്ത് ഹോട്ടൽ അറിയാം, ഇന്ത്യയിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ബിരിയാണി കിട്ടുന്ന സ്പോട്ടാണ്. ഈ റഹ്മത്തുകാർ ഒരു ആഡ് കൊടുക്കാണ് വിചാരിക്കുക, നമ്മുടെ കോഴിക്കോട് തളിയിൽ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ നമ്മൾ കോഴിക്കോട് അത് ഓരോ ഭാഗങ്ങളാക്കിയിട്ട് തളീനെ എക്സ്ക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. ഇപ്പൊ കോഴിക്കോട് വെച്ചാൽ ബേപ്പൂര്, കുന്ദമംഗലം അങ്ങനെയുള്ള ഭാഗങ്ങൾ മാത്രമാക്കിയാൽ തളിയ പറഞ്ഞ ഏരിയനെ നമുക്ക് എന്ത് ചെയ്യാം, ഒഴിവാക്കാം. അത് ഇതിലെ ഏറ്റവും നല്ലൊരു കാര്യങ്ങളാണ്. ഇപ്പൊ ഞാൻ കോഴിക്കോട് മലപ്പുറം കൊടുത്തു, ഇനി കണ്ണൂരും കൊടുത്തു. ഈ 3 ജില്ലയിലാണ് എനിക്ക് വേണ്ടത്. അവിടെ നിന്നാണ് എനിക്ക് ഈ ലീഡ് വേണ്ടത്. ഓക്കെ, ഇനി ഞാനിപ്പോ ഇവിടുന്ന് അടുത്തത് നോക്കുന്നതാണ്. ഇവിടെ നോക്കാം എന്തൊക്കെയാണ് വേണ്ടത്. ഡീറ്റെയിൽ ടാർഗറ്റിംഗ്, ബിസിനസ് ആണ്, എഡ്യൂക്കേഷണൽ, ഇത് കൊടുക്കുക.
പിന്നെ എന്താണ് ലാൻഡ് ഹൗസ് ആണോ വേണ്ടത്, ഇങ്ങനെ ഈ കാര്യങ്ങൾ നമ്മൾ കൊടുത്തിട്ട് സേവ് ഓഡിയൻസ് കൊടുക്കുക. ഇപ്പം ഓഡിയൻസ് എവിടെയുള്ള ആൾക്കാരാണെന്ന് നോക്കാം. ഞാൻ പറഞ്ഞു 7 ദിവസം കൊടുക്കണ്ട. ഇവിടെ ചോദിക്കുന്നുണ്ടോ പീപ്പിൾ യു ക്യാൻ ചൂസ് ത്രൂ ടാർഗറ്റിംഗ്, പീപ്പിൾ ഹു ഫോളോ യുവർ പ്രൊഫൈൽ, പീപ്പിൾ യു ഫോളോ യുവർ പ്രൊഫൈൽ ആൻഡ് പീപ്പിൾ സിമിലർ. ഇവിടെ നമ്മൾ ടാർഗറ്റിംഗ് ഓഡിയൻസിനെയാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ കൊടുത്ത അത് ടിക്ക് ചെയ്യാൻ വിട്ടുപോയോണ്ടാണ് അവിടെ കാണിച്ചത്. അപ്പൊ നമ്മൾ ഒന്നും കൂടെ നമ്മൾക്ക് ആ ഏരിയ ഒന്നും കൂടെ ഡിഫൈൻ ചെയ്ത് കൊടുക്കുക. ഇന്ത്യ ഫുള്ള് വേണ്ട, കോഴിക്കോട് കൊടുക്കുക. അതവിടെ നോക്കണം, കോഴിക്കോട് മലപ്പുറം, ആൻഡ് കണ്ണൂർ. നമ്മൾ ആദ്യം പറഞ്ഞ പ്ലാൻ ചെയ്ത സ്ഥലങ്ങൾ കണ്ണൂർ. പിന്നെ ഇതിന് ഏറ്റവും നമുക്ക് കസ്റ്റമൈസബിൾ ആണ് കണ്ണൂർ. ഇനിയിപ്പോ ഇതേ തന്നെ നമുക്ക് ഈ ഒരു ആഡ് തന്നെ നമുക്ക് ദമാമിലും കൂടെ കാണണം, സൗദി ദമാം. അപ്പം സൗദി ദമാം അല്ലെങ്കിൽ റിയാദും കൂടെ. അപ്പൊ നമ്മൾ കൊടുക്കുന്നത് നമുക്ക് ഇപ്പൊ ഇവിടെയൊക്കെ കൊടുത്തതിന് പുറമെ റിയാദിനും കൂടെ കൊടുക്കണമെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. കാരണം നമ്മുടെ ഈ ആൾക്കാർ ദുബായിലും ഉണ്ട്. അപ്പൊ നമ്മുടെ ബിസിനസ് എന്താണ് അവിടേക്കും കൂടെ എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതും ഇവിടെ കൊടുക്കുക, സേവ് ഓഡിയൻസ് എന്ന് കൊടുക്കുക. ഓക്കെ, ഇതില് ഡൗട്ടൊന്നുമില്ലല്ലോ. പിന്നെ നമുക്ക് ഇവിടെ വേണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളും കൂടെ ആഡ് ചെയ്യുക. ഇവിടെ ബ്രൗസ് കൊടുക്കുക. നമുക്ക് എന്തൊക്കെയാണ് ഇൻട്രസ്റ്റുകൾ, എഡ്യൂക്കേഷൻ ബേസ്ഡ് ഫേം ആണെന്ന് വെച്ചാൽ എഡ്യൂക്കേഷൻ ലെവൽ എത്ര കൊടുക്കണം, യൂണിവേഴ്സിറ്റി വേണം, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ ചോദിക്കുക. ഇൻട്രസ്റ്റ് ഇപ്പം എന്ത് ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പൊ എന്റർടൈൻമെന്റ്, ഇപ്പൊ നിങ്ങളൊരു എന്റർടൈൻമെന്റ് ബേസ് ചെയ്തിട്ടുള്ളതാണോ, ബിസിനസ് ഇൻഡസ്ട്രീസ് ആണോ. അപ്പൊ ബിസിനസ് എന്തായാലും വേണം, നമ്മൾ ബിസിനസ് ചെയ്യുന്നതാണ്. അപ്പൊ അതിൽ ഏതാണ് അഡ്വർടൈസിങ്, മാർക്കറ്റിംഗ്, അത് നിങ്ങൾ എന്ത് ചെയ്യുക, ടിക്ക് ചെയ്ത് കൊടുക്കുക. അതൊക്കെ ടിക്ക് ചെയ്ത് പോവാം. ഓക്കെ, ബാങ്ക് ആൻഡ് ഫിനാൻസ്, ഇപ്പൊ കൺസ്ട്രക്ഷൻ ചെയ്യണതാണെങ്കിൽ അതും കൊടുക്കുക. ഏവിയേഷൻ എയർ, അപ്പൊ ഏതാണോ ഇൻട്രസ്റ്റ് വെച്ചാൽ അതും നമുക്ക് എന്ത് ചെയ്യാം, അവിടെ നിന്ന് ഡീറ്റെയിൽസ് ടാർഗറ്റിംഗ് ചെയ്യുക, ബാക്ക് പോവുക, സേവ് ഓഡിയൻസ് കൊടുക്കുക. ഇനി ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളോട്, എത്ര ഡേയ്സ് ആണ്, 5 days ആണ്. 5 days ഞാൻ പറഞ്ഞു ആദ്യത്തെ നമുക്ക് വേണ്ടത് 5 days. കാരണം ആദ്യത്തെ 2 ദിവസം നമുക്ക് അധികം കിട്ടില്ല, പിന്നെ ഒരു 5 ദിവസത്തേക്ക് നമ്മുടെ ആഡ് പഴകും. അപ്പൊ നമുക്ക് പറയാ ബഡ്ജറ്റ് കൊടുക്കാന്ന് വെച്ചാൽ ഇപ്പൊ ഈ ഒരു ബഡ്ജറ്റ് 586 രൂപ അല്ലെങ്കിൽ 500 രൂപയാണ് ഞാൻ ഇവിടെ ടാർഗറ്റ് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ഡെയിലി 309 ലീഡ് കിട്ടും. ഇത് പെർ ഡേ 500 വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് കിട്ടും. ഇനി ഞാൻ എന്റെ ബഡ്ജറ്റിക്ക് ഒന്ന് മാറ്റി പെർ ഡേ 1000 കൊടുക്കുകയാണ്. ഇങ്ങനെ കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പേയ്മെന്റ് ഇവിടെ നിന്ന് നമുക്ക് സെറ്റ് ചെയ്യാം. പേയ്മെന്റ് സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ക്രെഡിറ്റ് ആദ്യം ആഡ് ചെയ്യണം. അതിന്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഇനി അടുത്ത ദിവസങ്ങളിൽ വരുന്നതാണ്. ഇവിടെ ഇതും കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആഡ് റൺ ചെയ്യാം. ഇപ്പൊ എനിക്ക് ഇവിടെ ആഡ് റൺ ചെയ്യേണ്ട ആവശ്യമില്ല, അത് ഇവിടെ ആയിരിക്കും ഉണ്ടാവുക. ആ ഫോം പബ്ലിഷ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് പോയി നോക്കിയിട്ട് നേരെ എന്ത് ചെയ്യും, ഈ ഒരു ആഡ് പബ്ലിഷ് ആവും. പബ്ലിഷ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താവും, പിന്നെ നിങ്ങൾ എവിടെയാണ് വന്ന് നോക്കേണ്ട അറിയോ. ഇതിപ്പോ ഞാൻ ഇവിടെ ലീവ് ചെയ്യണം, നമുക്ക് ഇതിന്റെ ആവശ്യമില്ല. ഈ നിങ്ങൾ ഇവിടെ മെറ്റ ആഡ് സെന്റർ അല്ല, മെറ്റ ബിസിനസ് സ്യൂട്ട് എടുക്കാം. ഈ ലീഡ് ഫോം എവിടെയാ വരിക എന്ന് കാണിച്ചു തരാം. ഇവിടെ നമ്മൾ റൺ ചെയ്തിട്ട് അതുകൊണ്ട് ഉണ്ടാവില്ല. ഇവിടെ ഓൾ ടൂൾസ് എടുത്തതിന് ശേഷം ഇൻസ്റ്റന്റ് ഫോംസ് എന്ന് കാണാം. ഇവിടെ ലീഡായിട്ട് വരും. ഇന്നിപ്പോ ക്രിയേറ്റ് ചെയ്തത് ഇന്ന് വന്നു, ഇവിടെ ഇതുണ്ടാവും. ഇവിടെ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡൗൺലോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ലീഡൊന്നുമില്ല, ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഒരു വേഷം ഡൗൺലോഡ് ചെയ്താൽ പിന്നെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിൽ ഈ ഫോമത്തെ കാര്യങ്ങൾ ഉണ്ടാവും. ഇപ്പൊ നമുക്ക് ഇവിടെ ഈ ലീഡ് ഫോമിന്റെ ആവശ്യമില്ല, ഞാൻ ഫോം ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഇവിടെ വരുന്നത്. അത് നമ്മൾ ബൂസ്റ്റ് ചെയ്തിട്ടില്ല, എങ്കിൽ ഇവിടെ ബൂസ്റ്റ് ചെയ്തതാണെന്ന് കാണിക്കും. ഇതൊരു യൂസ്ഫുൾ വീഡിയോ ആണ്. ഇത് നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിന് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒന്ന് ഷെയർ ചെയ്യുക. അപ്പൊ മറ്റൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ, സ്റ്റേ സേഫ്, ടേക്ക് കെയർ.